നമ്മുടെ കൊല്ലത്തൊരു ആവശ്യമായിട്ട് പോയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പടിച്ച്. ഈ വിശന്നാൽ പിന്നെ കണ്ണ് കാണാൻ കഴിയില്ലെന്ന് പറയുന്നത് ശരിയായ കാര്യം തന്നെ. പിന്നെ എന്ത് ചെയ്യാനാ, എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ എന്ത് കഴിക്കുന്നൊരു ആലോചന വന്ന്. അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു ട്രെൻഡിങ് നിൽക്കുന്നൊരു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കടയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊയിലോൺ ലഞ്ച് ഹോം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലോട്ട് നേരെ ഒരു വെച്ച് പിടുത്തം അങ്ങ് പിടിച്ച്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് തന്നെ മെയിൻ. അപ്പോൾ ഇവിടുത്തെ ഊണൊന്ന് കഴിക്കാമെന്ന് കരുതി ഇവിടെ വന്നപ്പം 12 മണി അല്ലെങ്കിൽ 11:30 കഴിയും ഊണ് തുടങ്ങാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ഊണ് കഴിക്കാനുള്ള ഒരു അവസരത്തിനായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനുള്ള സിഗ്നലായിട്ട് നമ്മുടെ ടേബിളിന് മുന്നിൽ മോരുകറി അതുപോലെ രസമൊക്കെ അങ്ങ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ പാർസൽ എടുക്കുന്ന അണ്ണൻ നല്ല പുഞ്ചിരിയോട് കൂടി അതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്റ്റാഫുമാർ കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഊണ് നമ്മുടെ മുന്നിലോട്ട് വന്നു. അപ്പോൾ ദാണ്ട അവിയൽ, അതുപോലെ പയറുതോരൻ, ചമ്മന്തി, പിന്നീട് നമ്മുടെ അച്ചാർ. ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ അണ്ണൻ കൊണ്ടുവന്ന് നല്ല ചൂട് പയറുകറി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. സംഭവം പയറുകറി കൊണ്ടുവന്ന് നമ്മുടെ ചോറിലൊഴിച്ചതിന് ശേഷം പിന്നെ കഴിക്കാതെ നിവൃത്തിയില്ല. എന്നാലും ഒരു കരുതലെന്നോണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പപ്പടത്തിൻ്റെ ഒരു പീസ് അങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് നമ്മുടെ ഈ പയറ് കറിയും അതുപോലെ തന്നെ ചോറും ചേർത്ത് അങ്ങോട്ട് ഇളക്കി കൊടുത്ത്. അപ്പോൾ പയറ് കറി, ചോറ്, നമ്മുടെ പപ്പടം, ഈ 3 ഐറ്റംസ് കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു പിടി നമ്മുടെ കയ്യിലോട്ട് അങ്ങോട്ട് എടുത്ത് നല്ലൊരു കഴിപ്പ് കഴിച്ചപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അതുപോലെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിയൽ, തോരൻ, ചമ്മന്തി, ഈ 3 ഐറ്റം കൂടി ചോറിലോട്ട് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കഴിച്ചപ്പം അതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ മീൻകറി അങ്ങോട്ട് ഒഴിച്ച് വെച്ചപ്പോൾ അണ്ണൻ നല്ല സലാഡ് കൊണ്ടുവച്ച്. അപ്പോൾ സലാഡും കഴിച്ചപ്പം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എടുത്തു പറയേണ്ടത് ഈ ഒരു കട, ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഹോട്ടലിലെ ഊണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും.